السلام عليكم ورحمة الله. مختصر 14. بسم الله الحمد لله والصلاة والسلام على رسول الله وآله وصحبه. وقيل പറയപ്പെട്ടു ഇന്ന ഖുർബൽ മഖാരിജ് മഖ്റജുകളുടെ ഖുർബ് അതിന്റെ അടുപ്പം സബബുല്ലിസിഖലി നുത്ക്ക് ഭാരം ആവലിനുള്ള കാരണമാണ്. അൽ മുഹില്ലി ബിൽ ഫസാഹത്തി എങ്ങനത്തെ സിക്കലാണ് ഫസാഹത്തിന് തകരാറ് വരുത്തുന്ന സിക്കലിനുള്ള സബബാണ്. അതായത് മുസ്തശിറാത്തിലുള്ള ഹർഫുകൾ മഖ്റജുകൾ ഖുർബ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെ സിക്കല് നുത്ക്കിന് ഭാരം ഉണ്ടാകാനുള്ള കാരണം. അതുകൊണ്ടാണ് മുസ്തശിറാത്ത് എന്നത് അതിലുള്ള ഹർഫുകൾക്ക് തനാഫുർ എന്ന വസ്ഫ് വരാനുള്ള കാരണം. അതുകൊണ്ട് അത് ഫസീഹല്ല എന്നാണ് ഈ കീഴ. മുസ്തശിറാത്ത് എന്ന കലിമത്ത് ഫസീഹത്തല്ല. ഫസീഹത്തല്ലാതിരിക്കാനുള്ള കാരണം ആദ്യം രണ്ട് കാരണങ്ങൾ പറഞ്ഞു. പിന്നെ മറ്റ് രണ്ട് കാരണങ്ങൾ ആദ്യം പറഞ്ഞത്. മൂന്നാമത്തെ സബബ് പറയണേ ഇതാണ് കാരണം, അത് ശരിയല്ല എന്നാ പറയുന്നത്. കാരണം എന്താണ്? എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, അങ്ങനെയെങ്കിൽ മഖ്റജുകളുടെ ഖുർബാണ് ഫസാഹത്ത് ഇല്ലാതിരിക്കാനുള്ള സബബെങ്കിൽ ഖുർആനിൽ അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദം എന്ന യാസീൻ സൂറത്തിലെ ഈ ആയത്തിൽ അലം അഅ്ഹദ് അലം അഅ്ഹദ് എന്ന ഈ കലിമത്തിൽ 4 ഹർഫുകളിൽ 3 മഖ്റജുകൾ ഖുർബുള്ളതാണല്ലോ. ഹംസ്, ഐന്, ഹാ. ഇതില് ഇവിടെ മുസ്തശിറാത്ത് എന്ന കലിമത്തിൽ മഖ്റജുകൾ ഖുർബുണ്ടാകാനുള്ള കാരണം മീമ് 2 ചുണ്ടുകളുടെ ഇട, സീന് സാ നാവിന്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും, താ നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും, ഷീന് നാവിന്റെ മധ്യവും അണ്ണാക്കും, റാ നാവിന്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലുകളുടെ ഊണും. അപ്പോൾ മുസ്തശിറാത്തിലുള്ള എല്ലാ ഹർഫുകളും എന്താണ്? മഖ്റജുകൾ ഖുർബുണ്ട്. അതുകൊണ്ടാണ് അത് ഫസീഹത്താകാതിരുന്നത് എന്നാണ് ഈ ഖായില് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, വഇന്ന ഫീ ഖൗലിഹി തആല അലം അഅ്ഹദ് ഇലൈക്കും സിക്കലൻ കരീമൻ മിനൽ മുതനാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗലിലുണ്ട്. ഏത് ഖൗല്? അലം അഅ്ഹദ് ഇലൈക്കും എന്ന ഖൗലിൽ ഉണ്ട് സിക്കലൻ കരീമൻ മിനൽ മുതനാഹി, പരമാവധി സിക്കലിനോട് അടുത്തതായ ഒരു സിക്കല് ഇതിലും ഉണ്ട്. കാരണം ഇവിടെ 3 ഹർഫുകളിൽ 2 ഹംസും ഹാവും എന്താണ്? ഹൽക്കിന്റെ താഴെ അറ്റമാണ് ഹംസയുടെയും ഹായിന്റെയും മഖ്റജ്. ഐന്, ഹാ ഹൽക്കിന്റെ മധ്യമാണ്. അപ്പോൾ ഹൽക്കിന്റെ മധ്യത്തിലുള്ള ഐനും താഴെ അറ്റത്തിൽ നിന്ന് പുറപ്പെടുന്ന ഹംസും ഹാവും, ഇങ്ങനെ 2 സ്ഥലങ്ങളിൽ നിന്ന് മഖ്റജുകൾ ഖുർബുള്ള 2 സ്ഥലത്തിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ഇതിലുള്ളതുകൊണ്ട് ഖരീബായ സിക്കലാണ് ഉള്ളത്. പരമാവധി സിക്കല് അതിന് ഇല്ല എങ്കിലും പരമാവധി സിക്കലിനോട് അടുത്തതായ സിക്കല് ഇതിൽ ഉണ്ട്. അതുകൊണ്ട് അത് ഫസീഹത്തല്ലാത്ത കലിമത്താണ് അലം അഅ്ഹദ് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ഫയുഹില്ലു ബി ഫസാഹത്തിൽ കലിമത്തി, അലം അഅ്ഹദ് എന്ന കലിമത്ത് ഫസാഹത്താവലിനെ അത് തകരാറിലാക്കും. ഈ അലം അഅ്ഹദ് എന്ത്? മഖ്റജുകളുടെ ഖുർബ്. ഫയുഹില്ലു
ആ കൗലിൽ സിക്കലുള്ളത് കൊണ്ട് ഫയുഹില്ലു ആ സിക്കല് തകരാറിലാക്കും, ഒഴിവാക്കും. ബിഫസാഹത്തിൽ കലിമത്തി അലം അഹദ് എന്ന കലിമത്ത് ഫസാഹത്താവല്ല എന്താക്കും, അത് ഒഴിവാക്കും. പക്ഷേ എന്നിട്ട് പരിശുദ്ധ ഖുർആൻ എന്താണ്? ഫസീഹായ കലാമാണല്ലോ ഖുർആനിലുള്ള എല്ലാ കലാമുകളും. ലാക്കിൻ അൽ കലാമു തവീലോ, ഈ കായിന് തന്നെ മറുപടി പറയുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ വാദം എന്താണ്? മഹർജികൾ കുറുബുണ്ടായാൽ കലിമത്തിലുള്ള അറഫുകളുടെ മഹർജികൾ തമ്മിൽ അടുപ്പം ഉണ്ടെങ്കിൽ അത് ഫസീഹത്താവുകയില്ല. അങ്ങനെയെങ്കിൽ അലം അഹദ് എന്ന കലിമത്തിലും മഹ്റജുകൾ കുറുബുള്ള ഹംസും ഐനും ഹാവും ഉണ്ടല്ലോ, അപ്പോ അതും എന്തല്ല? ഫസീഹത്തല്ല. അപ്പോൾ ഖുർആൻ ഫസീഹ് അല്ല എന്ന് പറയേണ്ടി വരികയില്ലേ? അതിന് മറുപടി പറയുകയാണ്. പക്ഷേ ലാക്കിൻ എങ്കിലും അൽ കലാമു തവീലു ഒരു ദീർഘമായ കലാം, അൽ മുസ്തമിലു അലാ കലിമത്തിൻ ഗൈരി ഫസീഹത്തിൻ, ഫസീഹത്തല്ലാത്ത കലിമത്തിന്റെ മേൽ ഉൾക്കൊണ്ടതായ ദീർഘമായ കലാമ് ലാ യഖ്റുജു അനിൽ ഫസാഹത്തി, ഫസാഹത്തിനെയും വിട്ടു പുറപ്പെടുകയില്ല. അപ്പോൾ വലിയ ഒരു ദീർഘമായ കലാമിൽ ഒരു കലിമത്ത് ഫസീഹത്ത് അല്ലാത്തത് ഉണ്ടായാൽ അത് പ്രശ്നമില്ല, ആ കലാമ് ഫസീഹാകാതിരിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അലം അഹദ് എന്നത് ഫസാഹത്തല്ല എന്നത് ശരി തന്നെ. ഈ ഖായിലിന്റെ അഭിപ്രായത്തിൽ അത് ഫസീഹത്തല്ല എന്നത് ശരി തന്നെ. പക്ഷേ മറ്റുള്ള കലിമത്തുകളെല്ലാം ഫസീഹത്താണ്. അതുകൊണ്ട് ഖുർആൻ ഫസീഹാകാതിരിക്കുകയില്ല. അതായത് ഖുർആനിൽ 77,450 കലിമത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ. 6,666 ആയത്തിലായി 77,450 കലിമത്തുകളുണ്ട്. ഇതിൽ ഒരു അലം അഹദ് ഫസീഹത്തല്ല എന്ന് സങ്കല്പിച്ചാൽ ബാക്കി 77,429 കലിമത്തും ഫസീഹത്തല്ലേ. അതുകൊണ്ട് ഖുർആൻ ഫസീഹാകാതിരിക്കുകയില്ല. ഈ ഖുർആനുള്ള കലാമുകളൊന്നും ഫസീഹാകാതിരിക്കുകയില്ല. ഇനി അത് ഖുർആനിലേക്കാണ്, ആ തവീലായ കലാമ് കൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണെങ്കിൽ, ഇനി തവീലായ കലാമ് കൊണ്ടുള്ള ഉദ്ദേശം ഏതാണ്? ഈ കലിമത്തുള്ള സൂറത്താണെന്ന് സങ്കല്പിക്കുക. അതാണ് യാസീൻ സൂറത്ത്. എന്നാൽ തന്നെ 729 കലിമത്തുകളാണ് യാസീൻ സൂറത്തിനുള്ളത്. അതിൽ ഒരു കലിമത്ത് അലം അഹദ്, ഈ അഹദ് എന്ന കലിമത്ത്. ഒന്ന് ഫസീഹത്തല്ലാത്തതുകൊണ്ട് ബാക്കി 728 ഫസീഹത്തായ കലിമത്തുകളാണല്ലോ. അതുകൊണ്ട് ഖുർആൻ അല്ലെങ്കിൽ യാസീൻ സൂറത്ത് ഫസീഹാകാതിരിക്കുകയില്ല എന്നാണ് ഈ ഖായില് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഖിയാസാക്കുന്നു. ഇതുപോലെ ലാക്കിൻ അൽ കലാമു തവീലുൽ മുസ്തമിലു അലാ കലിമത്തിൻ ഗൈരി ഫസീഹത്തിൻ, ഫസീഹത്തല്ലാത്തൊരു കലിമത്തിന്റെ മേൽ ഉൾക്കൊണ്ട ദീർഘമായ കലാമ് ലാ യഖ്റുജു അനിൽ ഫസാഹത്തി, ആ കലാമ് ഫസാഹത്തിനെ വിട്ട് പുറപ്പെടുകയില്ല. ഒരു വലിയതായ കലാമിൽ ഒരുപാട് കലിമത്തുകളുള്ള ഒരു കലാം, ആ കലിമത്തുകളിൽ ഒരു കലിമത്ത്, ഉദാഹരണം അഹദ്, അത് ഫസീഹത്തല്ലാതെ ആയിക്കോട്ടെ, എന്നാലും മറ്റുള്ള കലിമത്തുകളെല്ലാം ഫസീഹത്തായ കലിമത്തുകളാണല്ലോ. അതുകൊണ്ട് കലാമ് ഫസീഹാകാതിരിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കമാല യഖ്റുജുൽ കലാമു തവീലുൽ മുസ്തമിലു അലാ കലിമത്തിൻ ഗൈരി അറബിയ്യത്തിൻ അൻ യകൂന അറബിയ്യാ. കമാല യഖ്റുജുൽ കലാമു തവീലു, ഒരു തവീലായ കലാമ് പുറപ്പെടാത്തതുപോലെ. എങ്ങനെയുള്ള തവീലായ കലാമാണ്? ദീർഘമുള്ള കലാമാണ്. അൽ മുസ്തമിലു, അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അലാ കലിമത്തിൻ ഗൈരി അറബിയ്യത്തിൻ, അറബിയ്യത്ത് അല്ലാത്ത കലിമത്തിന്റെ മേൽ ഉൾക്കൊണ്ട തവീലായ ഒരു കലാമ്. അൻ യകൂന,
ആ കലാമ് ആവലിനെയും വിട്ടുപുറപ്പെടാത്തതുപോലെ അറബിയൻ, അറബി ആവലിനെയും വിട്ടുപുറപ്പെടാത്തതുപോലെ. ഇദ്ദേഹം പറയുന്നത് എന്താണ്, അറബിയായ ഒരുപാട് ദൈർഘ്യമുള്ളൊരു കലാമിൽ അറബിയത്തല്ലാത്ത ഒന്നോ രണ്ടോ കലിമത്തുണ്ടായാൽ ആ കലാമ് അറബിയെ അല്ലാതെയാവുകയില്ലല്ലോ. അത് ഖുർആനിൽ അല്ലാഹു തആല ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ എന്ന് ഖുർആനിനെ പറ്റി അല്ലാഹു പറഞ്ഞു. അതേ ഖുർആനിൽ അറബിയത്തല്ലാത്ത ഏതാനും കലിമത്തുകൾ ഉണ്ടല്ലോ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ടും അല്ലാഹു തആല അറബിയായ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ എന്നതുപോലെ, അപ്പോൾ അറബിയത്ത് അല്ലാത്ത ഏതാനും കലിമത്തുകളുള്ള ഖുർആനിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനൻ അറബിയൻ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അതിൽ നിന്നെന്ത് മനസ്സിലായി? തവീലായ ഒരു കലാമിൽ അറബിയത്തല്ലാത്ത കലിമത്ത് ഉള്ളതോടൊപ്പം അറബിയാണെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് അറബിയത്തല്ലാത്ത കലിമത്ത് ഉള്ളതായ തവീലായ കലാമ് അറബിയാവലിനെയും വിട്ട് പുറപ്പെടാത്തതുപോലെ ഫസീഹത്തല്ലാത്ത ഒരു കലിമത്ത് ഉള്ള ഒരു ദൈർഘ്യമുള്ള കലാമ് ഫസീഹാവലിനെയും വിട്ട് പുറപ്പെടുകയില്ല. അത് ആ കലാമ് ഫസീഹാവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വഫീഹി നദറുൻ, ഈ കീലയിൽ നദറുണ്ട്. കാരണം ലിഅന്ന ഫസാഹത്തൽ കലിമാത്തി, കലിമത്തുകളുടെ ഫസാഹത്ത് മഅഖൂദത്തുൻ ഫീ തഅരീഫി ഫസാഹത്തിൽ കലാമി, കലാമിന്റെ ഫസാഹത്തിന്റെ തഅരീഫിൽ അത് പിടിക്കപ്പെട്ടതാണ്. അത് താഴെ വരുന്നുണ്ട് അതിന്റെ തഅരീഫ്. വഫിൽ കലാമി, കലാമിലുള്ള ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ ഖുലൂസുഹു മിൻ ളുഅഫി തഅരീഫി വതനാഫുരിൽ കലിമാത്തി വത്തഅക്കീദി മഅ ഫസാഹത്തിഹ എന്ന് താഴെ വരുന്നുണ്ട്. ളുഅഫു തഅരീഫിൽ നിന്നും തനാഫുറുൽ കലിമാത്ത്, കലിമത്തുകളുടെ തനാഫുറുകളിൽ നിന്നും തഅക്കീദിൽ നിന്നും രക്ഷപ്പെടലാണ് മഅ ഫസാഹത്തിഹ, ആ കലിമത്തുകൾ ഫസീഹാകളോടുകൂടെ. അപ്പോൾ കലാമ് ഫസീഹാകണമെങ്കിൽ ആ കലാമിൽ എത്ര കലിമത്തുകളുണ്ടോ അത് മുഴുവനും എന്താവണം? ഫസാഹത്ത് ഉള്ളതാവണം. അഥവാ തനാഫുറുൽ ഹുറൂഫിനെ തൊട്ടും വറാബത്തിനെ തൊട്ടും ലോകവിയായ ഖിയാസിനോട് എതിരാവലിനെ തൊട്ടും രക്ഷപ്പെടണം. എങ്കിലേ കലാമ് ഫസീഹാവുകയുള്ളൂ. അതുകൊണ്ട് കലാമിൽ ഫസീഹത്തല്ലാത്ത കലിമത്തുകൾ ഉണ്ടായാൽ കലാമ് ഫസീഹാവുകയില്ല. ഖുർആനിൽ അലം അഹദ് എന്ന ഒരു കലിമത്ത് ഫസാഹത്തല്ലാത്തത് ഉണ്ടെങ്കിൽ ഖുർആൻ എന്താവുകയില്ല? ഫസീഹാവുകയില്ല എന്നാണ് തഅരീഫിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കൗലിൽ നമറുണ്ട്, ഇയാൾ പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ട് മഖ്റജുകളുടെ ഖുർബല്ല മുസ്തശിറാത്ത് ഫസാഹത്താകാതിരിക്കാറുള്ള കാരണം പിന്നെന്താണ്? അതുകൊണ്ട് മൊഴികൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായതുകൊണ്ട്, നാവിന് അത് ഘനമായതുകൊണ്ടാണ് അത് എന്തായത്? ഫസീഹത്തല്ലാതെ ഇരുന്നത് എന്നാണ് ഷാരി പറയുന്നത്. പിന്നെ വഫീഹി നദറു മിൻ ഗൈരി തഫ്രീഖത്തിൻ ബൈന തവീലിൻ വഖസീരിൻ, തവീലായ കലാമ് എന്നോ ഖസീറായ കലാമ് എന്നോ വിവേചനം കൂടാതെ തന്നെ കലാമു ഫസീഹ ആവണമെങ്കിൽ, അത് തവീലായ കലാമാവട്ടെ ഖസീറായ കലാമാവട്ടെ, ആ കലാമു ഫസീഹാകണമെങ്കിൽ ആ കലാമിലുള്ള കലിമത്തുകൾ മുഴുവനും എന്താവണം? ഫസീഹത്താവണം എന്നാണ്. അല എന്തോടുകൂടെ അന്ന ആദൽ ഖായില, ഈ ഖായില് ഫസറൽ കലാമ, കലാമിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ബിമാ ലൈസ ബി കലിമത്തിൻ, കലിമത്ത് അല്ലാത്ത ഒന്നുകൊണ്ടാണ് ഈ ഖായില് കലാമിന് തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. കാരണം നേരത്തെ പറഞ്ഞുപോയി
അൽ ഫസാഹത്തു യൂസഫു ബിഹൽ മുഫറദു വൽ കലാമു. ഫസാഹത്ത് എന്ന് പറഞ്ഞാല് അതുകൊണ്ട് മുഫറദിന് വസ്ഫ് പറയപ്പെടും. അൽ ഫസാഹത്തു ഫസാഹത്താകുന്നത് യൂസഫു ബിഹൽ മുഫറദു, കലിമത്തിന് അതുകൊണ്ട് വസ്ഫ് പറയപ്പെടും. ഫസീഹ കലിമത്തുൻ ഫസീഹത്തുൻ, സയ്യിദ് എന്നുള്ളത് ഫസീഹത്തായ കലിമത്താണ്. അമ്ര എന്നുള്ളത് ഖായിമ് എന്നുള്ളത് ഫസീഹത്തായ കലിമത്താണ്. വൽ കലാമു കലാമിനും വസ്ഫ് പറയപ്പെടും. എന്നിട്ട് അവിടെ ശാരി പറഞ്ഞു ഖീല അൽ മുറാദു ബിൽ കലാമി, കലാമ് കൊണ്ടുള്ള മുറാദ് മാ ലൈസ ബി കലിമത്തിൻ, കലിമത്ത് അല്ല. കലാമ് കൊണ്ടുള്ള മുറാദ് കലിമത്തല്ല. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ആ പീലക്കാരൻ ലിയഹുമ്മൽ മുറക്കബൽ ഇസ്നാദിയ വഗൈറഹു, ഇസ്നാദിയായ മുറക്കബിനെയും അന്നാത്തിനെയും, അതായത് നാഖിസായ ഈക്കായിയായ മുറക്കബ്, ഇനാഫിയായ മുറക്കബ്, തൗസീഫിയായ മുറക്കബ്, ഇതിനെയെല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി, അതായത് നാഖിസായ മുറക്കബ്. അപ്പൊ ഈ താമായ മുറക്കബിനെയും നാഖിസായ മുറക്കബിനെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖീല അങ്ങനെ പറയാനുള്ള കാരണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുക്കൽ കലാമിൽ ഏതും പെടും, നാഖിസായ മുറക്കബും പെടും. അപ്പൊ എന്ത് സംഭവിച്ചു? ഇയാളുടെ അടുക്കൽ നാഖിസായ മുറക്കബ്, നാഖിസായ മുറക്കബിൽ അതിൽ ഒരു കലിമത്ത് ഫസീഹത്തല്ലെങ്കിൽ ആ കലാമ് ഫസീഹാകാമെന്ന് വന്നു. അതുപോലെ താമായ മുറക്കബിലും ഒരു കലിമത്ത് ഫസീഹത്തല്ലെങ്കിൽ കലാമ് ഫസീഹാകാം എന്ന് വന്നു ഇയാളുടെ അടുക്കൽ. അപ്പൊ കൂടുതൽ ഫസാദായി. രണ്ട് നിലക്കുണ്ടാവും. ഫൽ ഫസാദു ലാസിമുൻ ലഹു ഫി ശൈഇനി. കണ്ടോ, ഈ ഖായിലിന് രണ്ട് ശൈഇൽ ഫസാദ് ലാസിമ. ഒന്ന് അൽ മുറക്കബു താമ് വൽ മുറക്കബു നാഖിസ്. കാരണം ഇദസ്തമല കുല്ലും മിന്നുമാ, ഈ മുറക്കബു താമും മുറക്കബു നാഖിസും ഓരോന്നും അലാ കലിമത്തിൻ ഗൈരി ഫസീഹത്തിൻ, ഫസീഹത്തല്ലാത്ത കലിമത്തിന് ചുറ്റിയാൽ ഇയാൾക്ക് എന്ത് പറയേണ്ടി വരും? അത് ഫസീഹ കലാമെന്ന് പറയേണ്ടി വരും. കലാമ് ഫസീഹാകണമെങ്കിലോ കലിമത്തുകളൊക്കെ ഫസീഹത്താവുന്ന ഇത്തിഫാക്കുള്ള കാര്യവുമാണ്. അതാണ് എന്തോടുകൂടെ അതാൽ കായിര ഫസ്സറൽ കലാമ ബിമാ ലൈസ ബികലിമത്തിൻ, കലാമിലേക്ക് കലിമത്തല്ലാത്തത് കൊണ്ട് തഫ്സീർ പറഞ്ഞു. ഇയാൾക്ക് രണ്ട് ശൈഇൽ ഫസാദ് ലാസിമായി വരും. അതേ സമയത്ത് കലാമ് എന്നുകൊണ്ട് ഉദ്ദേശം മുറക്കബുത്താമ് മാത്രമാണെങ്കിൽ അവിടെ ഒരു ഫസാദേ വരുള്ളൂ. എന്താണ്? ഇയാളുടെ വാദപ്രകാരം ഫസീഹത്തല്ലാത്തൊരു കലിമത്ത് മുറക്കബ് താമായ മുറക്കബിൽ ഉണ്ടായാൽ കലാമ് ഫസീഹാണ് എന്ന് ഇയാളുടെ വാദം. അത് ശരിയല്ല. കാരണം കലാമ് ഫസീഹാകണമെങ്കിൽ കലിമത്ത് ഫസീഹത്താവണം. മറ്റേ സ്ഥലത്ത് മുറക്കബുത്താമിൽ എന്തായിട്ടില്ല, അങ്ങനെ ഷർത്ത് വെച്ചിട്ടില്ല. ശാരിഹി അന്നഹൂലം യുഷ്തറത്ത് ഫി ഫസാഹത്തിഹി, മുറക്കബ് നാഖിസിൽ ഷർത്തില്ല. ഫസാഹത്ത് കലിമാത്തിഹി, കലിമത്ത് ഫസാഹത്താവലെന്നില്ല, ഷർത്തില്ല. അതുകൊണ്ട് ഇയാള് കലാമിലേക്ക് കലിമത്തല്ല എന്ന് തഫ്സീർ പറഞ്ഞതുകൊണ്ട് ഇയാളൊരുക്കൽ കലാമ് മുറക്കബ് താമും മുറക്കബ് നാഖിസുണ്ട്. അപ്പോൾ മുറക്കബ് താമിലും മുറക്കബ് നാഖിസിലും, നാഖിസായ മുറക്കബിലും താമായ മുറക്കബിലും ഫസീഹത്തല്ലാത്ത കലിമത്തുണ്ടാകലോടുകൂടെ കലാമ് ഫസീഹാണ് എന്ന് പറയേണ്ടി വരും ഇയാൾക്ക്. സംഗതി ശരിയല്ല. കാരണം എന്താണ്? ഇത് രണ്ടും കലാമാണല്ലോ. കലാമ് ഫസീഹാണെങ്കിൽ കലിമത്ത് ഫസീഹത്താവണം. കലാമ് ഫസീഹാണെങ്കിൽ കലിമത്ത് ഫസീഹാവണം. അപ്പോൾ രണ്ട് തകരാറ്, രണ്ട് കാര്യം ഇദ്ദേഹം കേൾക്കേണ്ടി വരും. അതേ സമയത്ത് കലാമ് എന്ന് പറഞ്ഞാൽ താമായ മുറക്കബ് മാത്രമാണെങ്കിൽ മുറക്കബ് നാഖിസിൽ എന്തില്ല? നാഖിസ് കലാമല്ലല്ലോ. അതുകൊണ്ട് മുറക്കബ് നാഖിസിലുള്ള ഒരു കലിമത്ത് ഫസീഹത്ത് അല്ല എന്നത് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് കലാമല്ല.
കലാമ് ഫസീഹാണെങ്കിൽ കലിമത്ത് ഫസീഹാണ് നമ്മുടെ വാദം. ഈ ആളുകൾ മുറക്കബ് നാഖിസുൻ എന്തുണ്ട്, അതിനുള്ള കലിമത്തും ഫസീഹത്തല്ലാതെ കലിമത്തുണ്ടായാൽ ആ മുറക്കബ് നാഖിസ കലാമ് ഫസീഹാണെന്ന് ഇയാൾ പറയും എങ്കിൽ സംഗതി കലാമ് ഫസീഹാണെങ്കിൽ കലിമത്ത് ഫസീഹത്താവണ്ടേ? അപ്പൊ മുറക്കബ് നാഖിസിലും ഉള്ള കലിമത്തുകളും എന്താവണം? ഫസാഹത്തുള്ള ഫസീഹത്തായ കലിമത്താവേണ്ടി വരും. ഇയാളുടെ വാദപ്രകാരം അത് ശരിയല്ല. പിന്നെ വൽ ഖിയാസു അലൽ കലാമിൽ അറബിയ്യി ളാഹിറുൽ ഫസാദ്, അറബിയായ കലാമിന്റെ മേൽ ഖിയാസാക്കല് ഫസാദ് ളാഹിറുമാണ്. അത് കമാലാ യഖ്റുജുൽ കലാമു തവീലുൽ മുസ്തമിലു അലാ കലിമത്തിൻ ഗൈരി അറബിയ്യത്തിൻ അൻ യകൂന അറബിയ്യൻ എന്ന് പറഞ്ഞല്ലോ. അത് എന്താണ്? ശരിയല്ല, അത് ഫസാദ് ളാഹിറാണ്. കാരണം എന്താണ്? ഖുർആനിൽ അറബി അല്ലാത്ത കലിമത്തുകൾ ഇല്ല എന്നാണ് ഒന്നാമത്തെ മറുപടി. ളാഹിറുൽ ഫസാദിന് ഒന്നാമത് കൊടുക്കുന്ന മറുപടി ഖുർആനിൽ അറബി അല്ലാത്ത കലിമത്തുകൾ ഇല്ലേ ഇല്ല, അതാണ് ഒന്നാമത്തെ മറുപടി. അന്നൽ ഖുർആന ലം യസ്തമിൽ അലാ കലിമാത്തിൻ ഗൈരി അറബിയ്യത്തിൻ എന്നാണ് ദസൂഖി പറയുന്നത്. പിന്നെ ചില കലിമത്തുകൾ അത് അറബിയല്ലാത്ത കലിമത്തുകൾ ഉണ്ട് എന്ന് വാദിക്കപ്പെടുന്ന കലിമത്തുകൾ അത് അറബി തന്നെയാണ്. അറബി അല്ലാത്ത ലോകത്തുകളും അതിനോട് യോജിച്ചു വന്നു എന്നേ അതിന് മറുപടി പറയാറുള്ളൂ. അതാണ് അതിന്റെ മറുപടി. അപ്പൊ ഖുർആനിൽ അറബിയല്ലാത്ത കലിമത്തുകൾ ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെയാണ് അറബി അല്ലാത്ത കലിമത്തുകൾ ചുറ്റിയതായ ഖുർആൻ അറബി അല്ലാതെയാവുകയില്ലല്ലോ എന്ന ഈ ഖിയാസ് ശരിയല്ല. വേറെയും മറുപടി ദസൂഖി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇവിടെ ഇപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പിന്നെ വലൗ സുല്ലിമ, ഇനി സമ്മതിച്ചാൽ തന്നെ എന്ത്? ഫസീഹല്ലാത്ത കലിമത്തിന്റെ മേൽ ഉൾക്കൊണ്ടതായ കലാമ് ഫസാഹത്തിനെയും വിട്ടു പുറപ്പെടുകയില്ല. അതുകൊണ്ട് ഖുർആനിൽ ഫസീഹത്തല്ലാത്ത ഒരു കലിമത്ത് ഉണ്ട് എന്ന് സമ്മതിച്ചാൽ വലൗ സുല്ലിമ അദമു ഖുറൂജി സൂറത്തി അനിൽ ഫസാഹത്തി, യാസീൻ എന്ന സൂറത്ത് അല്ലെങ്കിൽ ഒരു മുത്തലഖ് സൂറത്ത് ഫസാഹത്തിനെ തൊട്ട് പുറപ്പെടുകയില്ല എന്ന് സമ്മതിച്ചാൽ എന്ത്? ആ സൂറത്തിൽ ഫസീഹത്തല്ലാത്ത ഒരു കലിമത്തുണ്ട്. ആ കലിമത്ത് ഉള്ളതോടുകൂടെ ഫസാഹത്തിനെയും വിട്ട് സൂറത്ത് പുറപ്പെടുകയില്ല. സൂറത്ത് ഫസീഹത്തായ സൂറത്ത് തന്നെയാണ്. ഏതോടൊപ്പം അതിനൊരു കലിമത്ത് ഫസീഹത്തല്ലാത്തതുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ ഖുർആനിൽ ഒരു ഫസീഹത്തല്ലാത്ത കലിമത്ത് അല്ലാഹു കൊണ്ടുവന്നു എന്ന് വരുമല്ലോ. ഫമുജറദു ഇസ്തിമാലിൽ ഖുർആനി, ഖുർആൻ ഉൾക്കൊള്ളിക്കൽ മാത്രം തന്നെ അലാ കലാമിൻ ഗൈരി ഫസീഹിൻ, ഫസീഹല്ലാത്ത ഒരു കലാമിന്റെ മേൽ ഖുർആൻ ഉൾക്കൊള്ളൽ, ബൽ എന്നല്ല അലാ കലിമത്തിൻ ഗൈരി ഫസീഹത്തിൻ, ഫസീഹത്തല്ലാത്തൊരു കലിമത്തിന്റെ മേൽ ഖുർആൻ ഉൾക്കൊള്ളൽ, മിമ്മാ യഖൂദു ഇലാ നിസ്ബത്തിൽ ജഹിദി അവിൽ അജ്സി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കഴിവ് കേടിനെയോ വിവരക്കേടിനെയോ ചേർക്കലിലേക്ക് അത് വലിച്ചു കൂട്ടും. അല്ലാഹു തആലാക്ക് ഒരു ഫസീഹത്തല്ലാത്ത കലിമത്തിനെ കൊണ്ടുവരേണ്ടി വന്നു, ഫസീഹത്തായ കലിമത്തിനെ കിട്ടാത്തത് കൊണ്ട് എന്ന് വരും. അപ്പൊ കഴിവ് കേടോ ജഹ്ലോ അല്ലാഹുവിന് വന്നു പോകും. ഈ ഖായിലിന്റെ ഖൗലി നമ്മൾ സമ്മതിച്ചു എന്ന് വെക്കുക. തവീലായ ഒരു കലാമിൽ ഫസീഹത്തല്ലാത്തൊരു കലിമത്ത് ഉണ്ടായാൽ ആ കലാമ് ഫസീഹാകാതിരിക്കുകയില്ല. അപ്പൊ യാസീൻ സൂറത്തിൽ ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം അത് ഫസീഹത്തല്ല. അത് ഫസീഹത്തല്ലാത്തത് കൊണ്ട് യാസീൻ സൂറത്ത് എന്താവൂല? ഫസീഹാകാതിരിക്കൂല നമ്മൾ സമ്മതിക്കാം.
എങ്കിലും ഈ അഹദ് എന്ന ഈ കലിമത്ത് ഫസീഹത്തല്ലാത്ത കലിമത്ത് അള്ളാഹുവിന് കൊണ്ടുവരേണ്ടി വന്നില്ലേ? അത് ഫസീഹത്തായ ഒരു കലിമത്തിന് കിട്ടാത്തത് കൊണ്ടല്ലേ എന്ന് വന്നുപോകും. അത് സമ്മതിക്കാൻ പറ്റുകയില്ല. തആല അല്ലാഹു ദാലിക ഉലുവൻ കബീറാ. അല്ലാഹു തആല അതിൽ നിന്ന് ഒരു വലിയതായ മേലെയായിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഖുർആനിലുള്ള 77,450 കലിമത്തുകളും ഇതിൽ നിന്ന് 77,449 കലിമത്തും ഫസീഹത്തായ കലിമത്തിനെ കൊണ്ടുവന്ന അല്ലാഹുവിന് അഹദ് എന്നൊരു കലിമത്ത് മാത്രം ഫസീഹത്തായത് ലഭിക്കാതെ പോയല്ലോ. അതല്ലെങ്കിൽ യാസീൻ സൂറത്തിലെ 729 കലിമത്തിൽ അഹദ് എന്ന കലിമത്ത് മാത്രം ഫസീഹത്തല്ലാത്തതായല്ലോ. അപ്പോൾ അള്ളാഹുവിന് എന്താ ഫസീഹത്തായ കലിമത്തിനെ കിട്ടിയില്ലേ? എന്താ അള്ളാഹുവിന് അത് കഴിയാതെ വന്നതെന്ന് ചോദ്യം അവിടെ നിലനിൽക്കും. തആല അല്ലാഹു ദാലിക ഉലുവൻ കബീറാ. അപ്പോൾ ഈ ഖായിൽ പറഞ്ഞത് ശരിയല്ല. പിന്നെ മേലെ പറഞ്ഞു ഖറാബത്തിൽ നിന്നും രക്ഷപ്പെടലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ ഖറാബത്തു, ഖറാബത്ത് എന്നാൽ കൗലുൽ കലിമത്തി വഹശിയത്ത്. കലിമത്ത് എന്നാവലാണ് ഒരു അസാധാരണ വാക്ക് ആവലാണ്, ഒരു കാടൻ വാക്കാവലാണ്. അതായത് ഗൈറ ളാഹിറത്തിൽ മഅന ളാഹിറ വ്യക്തമായത് അല്ലാത്ത വല മഅ്നൂസത്തൽ ഇസ്തിമാലി ഉപയോഗം ഇണക്കം ഉള്ളതും അല്ലാത്ത, അതാണ് ഖറാബത്ത്. കലിമത്ത് വഹിശിയത്താവുക, കാടൻ സ്വഭാവമുള്ളതാവുക, അസാധാരണ വാക്കാവുക. വഹിശിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീറാണ് ഗൈറ ളാഹിറത്തിൽ മഅന ളാഹിറല്ലാത്തത്, വ്യക്തമാവാത്തത്. അതിന്റെ കാരണം എന്താ? അതാണ് വല മഅ്നൂസത്തൽ ഇസ്തിമാൽ, ഇസ്തിമാല് ഇണക്കം ഉള്ളത് അല്ലാത്തതുമാവലാണ്. അപ്പോൾ ഇവിടെ സബബിലെ മുസബ്ബബിന്റെ മേലത്തഫാണ്. മഅന ളാഹിറല്ലാത്തതെന്ന് പറഞ്ഞാൽ അയ്യൽ മൗനൂഇലഹു, ആ കലിമത്തിന് വെക്കപ്പെട്ട മഅന ളാഹിറല്ലാത്തത്. അപ്പൊ ഫലാ യരിദുൽ മുതശാബിഹു വൽ മുജ്മൽ ഫഇന്നഹുമാ ഫിൽ ഖുർആനി, റസൂൽ പറയുന്നു മുതശാബിഹും മുജ്മലും ഫഇന്നഹുമാ ഫിൽ ഖുർആനി, അത് രണ്ടും ഖുർആനിന്റെ അതിന്റെ മഅന, അതിന്റെ മുറാദ് നമുക്കറിയുകയില്ല. പക്ഷെ അല്ലാഹുവിന് അതിന്റെ മുറാദ് അറിയും. അതിന്റെ മൗനൂഉ ലഹുയ മഅന എവർക്കും അറിയാം. ഖുർആനിൽ മുതശാബിഹായ ആയത്തുകളുണ്ട്, അതിന്റെ വെക്കപ്പെട്ട മഅന എല്ലാവരും യദുല്ലാഹി ഫൗക അയ്ദിഹിം, യദുല്ലാഹി എന്ന യദ് എന്നതിന്റെ മൗനൂഉ ലഹുവായ മഅന എല്ലാവർക്കും അറിയാം. അപ്പൊ വെക്കപ്പെട്ട മഅന അറിയാതിരിക്കാന്ന മുതശാബിഹി മുജ്മലിലൊക്കെ മുറാദ്, അവിടുത്തെ മുറാദ് അല്ലാഹുവിന് അറിയും. അല്ലാഹുവിന്റെ മുറാദ് എന്താണെന്ന് എല്ലാവർക്കും അറിയുകയില്ല. അൽ മുതശാബിഹു മസ്തഅ്സറല്ലാഹു എന്നാണ് അല്ലാഹു തആല ഖാസായിട്ടുണ്ട് അതിന് അറിയലുകൊണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. ജബൽ ജവാമിൽ എന്നെ തരീഫ് പറഞ്ഞിട്ടുണ്ട്. മുതശാബിഹ് അല്ലാഹു തആലാക്ക് മാത്രമേ അതിന്റെ മഅന അറിയുള്ളൂ. ചില ഔലിയാക്കൾക്കും അത് അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില പ്രത്യേക അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ ചില ആളുകൾക്ക് അത് അറിയാം, അല്ലാഹു തആല അറിയിച്ചു കൊടുക്കും. ഏതായാലും എല്ലാവർക്കും അതിന്റെ മഅന, അതിന്റെ ഉദ്ദേശം അറിയുകയില്ല. അതിന്റെ വെക്കപ്പെട്ട മഅന അറിയും. അപ്പോൾ മഅന ളാഹിറല്ല എന്ന് പറഞ്ഞാൽ ഈ കലിമത്തിനെ ഏതൊരു മഅനാക്കാണോ അസ്ലിൽ വലഇ ചെയ്തത് ആ മഅന ളാഹിറല്ല. അതിന്റെ കാരണം എന്താണ്? ഇസ്തിമാൽ ഇണക്കമില്ലാത്തത് കൊണ്ട്. വലാ മഅ്നൂസത്തൽ ഇസ്തിമാലി, അതാണ്. അതായത് തനി അറബികളുടെ അടുക്കൽ ഇസ്തിമാല് ഇണക്കമുള്ളതല്ല എന്നല്ലാതെ എല്ലാവരുടെ അടുക്കലല്ല. നമുക്കൊക്കെ എല്ലാം വജീബ് തന്നെയാണ്.
ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം എന്താണ് ഖറാബത്തുൽ ലഫ്സ് കലിമത്തുകളായിരിക്കും. തനി അറബികളുടെ അടുക്കൽ അത് ഇസ്തിമാല് ഇണക്കം അല്ലാത്തത് കൊണ്ട് മഅന ളാഹിറല്ല. അതുകൊണ്ടാണ് ഈ കലാം കലിമത്ത് വഹിശിയത്തായത്. അപ്പൊ കലിമത്ത് വഹിശിയത്താവലാണ് ഖറാബത്ത്. നഹ്വു മുസർറജിൻ ഫീ ഖൗലിൽ അജാജി, അജാജിന്റെ ഖൗലിലുള്ള മുസർറജ് പോലെ. എന്താ മുസർറജ്? വമുഖ്ലതൻ വഹാജിബൻ മുസജ്ജജ വഫാഹിമൻ വമർസിനൻ മുസർറജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുമ്പൊരു ബെയ്ത്തുണ്ട്. മുമ്പത്തെ ബെയ്ത്ത് എന്താണ്? പിന്നെ അസ്മാനു അബ്ദത്ത് വാദിഹൻ മുഫല്ലജ അഗർറ ബർറാകം വതർഫൻ അബ്റജ വമുഖ്ലതൻ വഹാജിബൻ മുസജ്ജജ വഫാഹിമൻ വമർസിനൻ മുസർറജ. ഇവിടെ എന്താണ് പറഞ്ഞത്? അസ്മാനു എന്ന പെണ്ണ് അബുദത്ത് അവള് വെളിവാക്കി ബാലിഹൻ അവളുടെ പൽക്കോവയെ മുഫല്ലജൻ ഇട അകന്നു നിൽക്കുന്ന പൽക്കോവയെ വെളിവാക്കി. എങ്ങനത്തെ പല്ലാണ്? അഹറ നല്ല സൗന്ദര്യമുള്ള പല്ല്, ബർറാക്കൻ തിളങ്ങുന്ന പല്ല്, അബുറജ ഭംഗിയുള്ള പല്ല്, ഓ മുഖ്ലത്തൻ അവളുടെ കണ്ണിനെയും വെളിവാക്കി, വഹാജിബൻ പുരികത്തെയും, ഓ മർസിനൻ മൂക്കിനെയും. എന്താണ് ഓ മർസിനൻ? ഓ മുഖ്ലത്തൻ വഹാജിബൻ പുരികത്തെയും, ഹാജിബൻ എന്ന് പറഞ്ഞാൽ പുരികം. പിന്നെ മുസജ്ജൻ അല്ലേ? മുസജ്ജൻ ഐ മുതക്കക്കൻ മുത്തവ്വല നേരിയതായ നീളമുള്ളതായ പുരികം. മുസജ്ജൻ പുരികം അല്ല, മുസജ്ജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസജ്ജൻ നേരിയതായ, വഹാജിബൻ പുരികത്തെയും, മുസജ്ജൻ എങ്ങനത്തെ പുരികമാണ്? അപ്പോൾ ഒന്നുകൂടി പറയാം. അസ്മാനു അബ്ദത്ത് വാദിഹൻ മുഫല്ലജ അഗർറ ബർറാകം വതർഫൻ അബ്റജ വമുഖ്ലതൻ വഹാജിബൻ മുസജ്ജജ വഫാഹിമൻ വമർസിനൻ മുസർറജ. ഇതാണ് അസ്മാൻ എന്ന പെണ്ണ് അബുദത്ത് അവള് വെളിവാക്കി, വാദിഹൻ പൽക്കോവയെ, മുഫല്ലജൻ ഇട അകന്നു നിൽക്കുന്ന പൽക്കോവ. അഹറ എങ്ങനത്തെ പല്ലാണ്? നല്ല സൗന്ദര്യമുള്ള പല്ല്, ബർറാക്കം തിളങ്ങുന്ന പല്ല്, അബ്റജ ഭംഗിയുള്ള പല്ല്. പിന്നെ ഓ മുഖ്ലത്തൻ കണ്ണിനെയും വെളിവാക്കി. അപ്പോൾ അത് വാദിഹൻ എന്ന് പറഞ്ഞു കൊടുത്ത് അതിന്റെ മുമ്പുള്ള വാദിഹൻ എന്ന് പറഞ്ഞ കലിമത്തിന്റെ ലഫ്ളാണ് ഓ മുഖ്ലത്തൻ കണ്ണിനെയും വെളിവാക്കി. വമുഖ്ലത്തൻ വഹാജിബൻ പുരികത്തെയും വെളിവാക്കി. മുസജ്ജൻ വമുഖ്ലത്തൻ വഹാജിബൻ മുസജ്ജജ ഐ മുതക്കക്കൻ മുത്തവ്വലൻ നേരിയതും നീളമുള്ളതുമായ പുരികം. വഫാഹിമൻ മർസിനൻ മുസർറജ വഫാഹിമൻ ഐ ശഅറൻ അസ്വദ കൽ ഫഹിമി കരിക്കട്ട പോലെയുള്ള കറുത്ത മുടിയെയും വെളിവാക്കി. ഐ ശഅറൻ അസ്വദ കൽ ഫഹിമി കരിക്കട്ട പോലെയുള്ള കറുത്ത മുടിയെയും, ഓ മർസിനൻ അൻഫൻ മൂക്കിനെയും, മുസർറജൻ മുസർറജായ മൂക്ക്. ഇവിടെ മുസർറജൻ എന്ന് പറയുന്നത് ഐ കസൈഫി സുറൈജി സുറൈജി വാളുപോലെ എന്നാണ് ഒരർത്ഥം. ഫിദ്ദിക്കത്തി വല്ലിസ്തിവായി നേർമയിലും സമത്വത്തിലും.
ഓ സുറൈജ് ഇസ്മു കൈലി ഒരു കൊല്ലന്റെ പേരാണ്. തുൻസബു ഇലൈഹി സയൂഫു അയാളിലേക്ക് വാളുകളെ ചേർക്കപ്പെടും. മനസ്സിലായില്ലേ? ഓ മുസർറജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമെടുത്തിരിക്കുന്നത് ഐക്കൈഫി സുറൈജി, സുറൈജി വാള് പോലെ. സുറൈജി എന്ന് കൊല്ലൻ ഉണ്ടാക്കുന്ന വാളിന് സുറൈജി എന്ന് പറയും. അപ്പൊ മുസർറജൻ എന്നതിനർത്ഥം സുറൈജി വാള് പോലെ എന്നാണ് ഒരർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഔക്കസിറാജി അല്ലെങ്കിൽ വിളക്ക് പോലത്തെ മൂക്ക്, ഫിൽ ബരീഖി വല്ലം ആലി തിളക്കത്തിലും പിന്നെ ലങ്കലിലും രണ്ടും ഒന്നല്ലേ. അപ്പോൾ ഇവിടെ ഈ മുസർറജൻ എന്നുള്ളത് ഈ മായന ഇവിടെ ലാഹിറല്ല. സുറൈജി വാള് പോലെ എന്ന മായന ഇതിവിടെ ലാഹിറല്ല. വിളക്ക് പോലെ എന്നുള്ള മായനയും ലാഹിറല്ല. അതിന്റെ കാരണം എന്താണ്? കാരണം ഈ മുസർറജ് എന്നുള്ളത് അതിന്റെ കോലം ഒരു ഇസ്മു മഫൂലിന്റെ കോലമാണ്. ഫഅല യുഫഇലു എന്ന വസിലിന്റെ ഇസ്മു മഫൂലാണ് മുസർറജ്. മുസർറജ് എന്നതിന് അതൊരു മുസ്തഖായതുകൊണ്ട് ഒരു മുസ്തഖു മിൻഹു വേണം. മുസ്തഖ് മിന്നു മുസർറജിന്റെ മുസ്തഖ് മിന്നുന്ന തസ്രീജ്. മബ്സൂത്തത്തായ കിതാബുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ തസ്രീജ് എന്ന ലഫ്ദിനെ കാണുന്നില്ല. അപ്പോ പിന്നെ അവിടെ കിതാബുകൾ കണ്ടത് സുറൈജ്, സിറാജ് ഈ രണ്ട് ലഫ്ദുകളാണ്. ഈ രണ്ട് മാന അപ്പോൾ ഈ ഷായിറിന്റെ മുസർറജി എന്ന കലാമിനെ അത് പിഴമാണെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊരു ഖത്ത ഇല്ല എന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് എന്ത്, പിന്നെ വഹാസിലു മാ ഖീല ഫീ ബയാനി വജ്ഹിൽ ഖറാബത്തി ഫീ ഹാദിഹിൽ കലിമത്തി. ഈ മുസർറജ് എന്ന കലിമത്ത് ഗരീബാകാനുള്ള ന്യായം ഐനി മുസർറജ് അന്നഹു ഇസ്മു മഫ്ഊലിൻ, അത് ഇസ്മു മഫൂലാണ്. മുസ്തഖായ ഇസ്മു മഫൂലാണ് മുസർറജ്. വകുല്ലു മുസ്തഖിൻ ലാ ബുദ്ദ ലഹു മിൻ അസ്ലിൻ യുർജഉ ഇലൈഹി. ഏതൊരു മുസ്തഖിനും എന്താണ് ഒരു മുസ്തഖു മിന്നു വേണം. അങ്ങനെ ഫുത്തിശ ഫീ കുത്തുബിൽ ലുഗത്തി, ലുഗത്തിന്റെ കിതാബുകളിൽ പരിശോധന നടത്തിയിട്ട് ഫലം യൂജദ് ഫീഹാ തസ്രീജുൻ, അതിൽ തസ്രീജ് എന്ന ലഫ്ദ് കണ്ടിട്ടില്ല. കാരണം മസ്തറാണല്ലോ അസ്ല്. വകൗനുഹു അസ്ലൻ ലിഹാദൈനുൻ തുഖിബ്, ഫീലിനും വസ്ഫിനും അസ്ൽ ഏതാണ്? മസ്തറാണ്. ലുഗത്തിന്റെ കിതാബുകളൊക്കെ പരിശോധിച്ചു നോക്കിയിട്ട് ഏത് കണ്ടെത്തിയില്ല? തസ്രീജ് കണ്ടെത്തിയില്ല. വഇന്നമാ ഉജിദ മിൻ ഹാദിഹിൽ മാദത്തി സുറൈജ് സിറാജ് വഹംലുഹാ, ഈ സുറൈജും സിറാജെ കിട്ടിയുള്ളൂ. കിതാബ് പരിശോധിച്ചു നോക്കിയിട്ട് തസ്രീജ് കണ്ടെത്തിയില്ല. ഈ വഹംലുഹാദിഹിൽ കലിമത്തി അലൽ ഖത്തഇ ലാ യസിഹു, ഈ കലിമത്ത് പിഴമാണെന്ന് പറയാൻ പറ്റൂല. ലിഉഖൂഇഹാ മിൻ അറബിയ്യിൻ ആരിഫിൻ ബിൽ ലുഗത്തി, ലുഗത്ത് അറിയുന്ന ഒരു അറബി പാടിയതാണല്ലോ. ഫഹുത്തീജ ഇലാ തഖ്രീജി ഹാദിഹിൽ കലിമത്തി, ഈ കലിമത്തിനെ ഇഖ്റാജ് ചെയ്യലിലേക്ക് ആവശ്യമായി അലാ വജ്ഹിൻ തസ്ലമു ബിഹി മിനൽ ഖത്തഇ, ഖത്തഇൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കണ്ടെത്തലിലേക്ക് ആവശ്യമായി അത് ഇതാണെങ്കിലും അപ്പോൾ ഫഹുത്തലഫു ഫീ തഖ്രീജിഹാ, ഈ മുസർറജ് എന്ന ലഫ്ദിനെ പുറപ്പെടുവിക്കുന്നതിൽ അവർ ഇഖ്തിലാഫായി. ചിലര് പറഞ്ഞു അത് സുറൈജിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അപ്പെന്താ ആ മായന ഇവിടെ ലാഹിറല്ല. ചിലര് പറഞ്ഞ് സിറാജിലേക്ക് ചേർക്കപ്പെട്ടാണ്, വിളക്ക് പോലത്തെ മൂക്ക്. ചിലര് പറഞ്ഞ് സുറൈജി വാള് പോലത്തെ മൂക്ക്. ഈ രണ്ട് മായന വെച്ചാലും ഇവിടെ എന്തല്ല, ലാഹിറല്ല. അതുകൊണ്ടാണ് ഇത് എന്താകാനുള്ള കാരണം, വരീബാകാനുള്ള കാരണം. രണ്ട് മായന വെച്ചാലും അതാണ് പറഞ്ഞത്. മർസിലൻ മുസർറജൻ,
മുക്കലത്തൻ കണ്ണിനെയും വെളിവാക്കി, വഹാജിബൻ പുരികത്തെയും വെളിവാക്കി, മുസജ്ജദൻ ഐ മുതക്കൻ മുത്തവ്വലൻ നേരിയതായ നീളമുള്ളതായ, ഫാഹിമൻ ഐ ശഅറൻ അസ്വദ കൽഫഹിമി കരിക്കിട്ട പോലെയുള്ള കറുത്ത മുടിയെയും, മറുസിനൻ മൂക്കിനെയും, മുസർറജൻ സുറൈജി വാളുപോലത്തെ മൂക്ക്. എന്ത് വിഷയത്തിൽ? ഫിദ്ദിക്കത്തി വൽ ഇസ്തിവായി നേർമയിലും ഇസ്തിവായിലും. സുറൈജി ഇസ്മു കൈനിൻ ഒരു കൊല്ലന്റെ പേരാണ്. തുൻസബി ഇലൈഹി സുയൂഫ് അയാളിലേക്ക് വാളുകളെ ചേർക്കപ്പെടും. സുറൈജിലേക്ക് നിസ്ബ സുറൈജി. ഔക സിറാജി അല്ലെങ്കിൽ സിറാജ് പോലെ, ഫിൽ ബരീഖി വൽ അംആനി അതിന്റെ വെണ്മയിലും തിളക്കത്തിലും വിളക്ക് പോലത്തെ മൂക്ക്. അപ്പൊ നല്ലൊരു മൂക്കാണത്. അതാ പറഞ്ഞത്. ഈ രണ്ട് മഴയും എന്തല്ല, ഇസ്തിഇമാൽ മഅൂനു ഇണക്കം ഇല്ലാത്തത് കൊണ്ട് ലാഹിറായ മഴയല്ല, അത് വഹ്ശിയാണ്. അതുകൊണ്ട് മുസർറജി എന്നുള്ളത് ഗലീമായ ലഫ്ളായതുകൊണ്ട് അത് ഫസീഹത്തായ കലിമത്തല്ല എന്ന് ചുരുക്കം. ഇനി ഒരു ചോദ്യമാണ്, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.